അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നോമ്പുമായി ബന്ധപ്പെട്ട് പതിവായി നാം കേൾക്കാറുള്ള 3 വാക്കുകളാണ് ഫിദിയ, കഫാറത്ത്, ഖദാ. ഇത് മൂന്നും യഥാർത്ഥത്തിൽ വ്യത്യസ്ത ആശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ പല ആളുകൾക്കും അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയില്ല. ഫിദിയ തന്നെയാണ് കഫാറത്ത്, അല്ലെങ്കിൽ കഫാറത്ത് ഫിദിയയാണ്. അതേപോലെ തന്നെ ഖദാ സൂക്ഷ്മാർത്ഥത്തിൽ എന്താണ് അത്? അതിലൊക്കെ പലർക്കും പല ആശയക്കുഴപ്പങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഇന്ന് നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫിദിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് കഫാറത്ത്, എന്താണ് ഖദാ, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് അത് നമുക്ക് നിയമമായി തീരുന്നത്, ഇതിനെക്കുറിച്ച് പരിശോധിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഫിദിയ എന്താണ് എന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഫിദിയ എന്നതിന് പ്രധാനമായും 2 അർത്ഥങ്ങളാണുള്ളത്. 2 ആശയങ്ങൾക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അതിലൊന്ന്, ഏതെങ്കിലും ഒരു വ്യക്തി ബന്ദിയാക്കപ്പെട്ടു, തടവുകാരനായി പിടിക്കപ്പെട്ടു, ആ വ്യക്തിയെ മോചിപ്പിക്കുവാൻ വേണ്ടി പകരമായി കൊടുക്കുന്ന ധനം, അതിന് ഫിദിയ എന്ന് പറയാറുണ്ട്. അതേ സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട അതിൻ്റെ മറ്റൊരാശയം ഉലമാക്കൾ പറഞ്ഞത് മാ യുഖദ്ദമു ലില്ലാഹി സുബ്ഹാനഹു വ തആല ജസാഅൻ ലിതഖ്സീരിൻ ഫി ഇബാദ. ഒരു ആരാധനയിൽ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു പോരായ്മക്ക് പരിഹാരമായി അള്ളാഹുവിന് നൽകുന്ന ചില ഇബാദത്തുകൾക്കാണ് ഫിദിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് തലമുണ്ടനം ചെയ്യാൻ പാടില്ല. പക്ഷേ രോഗം കാരണത്താലോ മറ്റോ അങ്ങനെ തലമുണ്ടനം ചെയ്യേണ്ടി വന്നാൽ ഫിദിയ കൊടുക്കണം. അവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫഫിദിയത്തും മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. നോമ്പോ അതല്ലെങ്കിൽ സദഖയോ അല്ലെങ്കിൽ ബലികർമ്മമോ നിർവഹിച്ചുകൊണ്ട് അതിന് ഫിദിയ നൽകണം. അവിടെ നോമ്പിനെ വരെ ഫിദിയയായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഇബാദത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾക്ക് ഉള്ള പരിഹാരമായി കൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഫിദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ അതിന് സാങ്കേതികമായ ഒരു അർത്ഥം പറഞ്ഞിട്ടുള്ളത് അൽ ഫിദിയത്തു ഫിൽ ഇസ്തിലാഹ് തുഅറഫു ബി അന്നഹൽ ബദൽ. അത് പകരമായി നൽകുന്ന ഒരു കാര്യമാണ്. ഇബാദത്താവാം, പണമാകാം, എന്ത് തന്നെയാകട്ടെ, അത് പകരമായി നൽകുന്നതാണ്. അല്ലദീ യുഖദ്ദിമുഹുൽ മുകല്ലിഫു. ഒരു മുകല്ലിഫായ ദീനീപരമായ കാര്യങ്ങൾ ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു വ്യക്തി തനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ഇബാദത്തിൽ ഏതെങ്കിലും നിലക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ അതിന് പകരമായി നൽകുന്ന, അതല്ലെങ്കിൽ തനിക്ക് സാധിക്കാതെ പോകുമ്പോൾ പകരമായി നൽകുന്ന കാര്യത്തിനാണ് ഫിദിയ എന്ന് പറയുന്നത്. അതിലൂടെ വയതഖല്ലസു ബിഹി മിൻ മക്റൂഹിൻ തുവിജ്ജിഹ ഇലൈ. തനിക്കെതിരെ വരാനിരിക്കുന്ന അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി പകരമായി നൽകുന്നതിനാണ് ഫിദിയ എന്ന് പറയുന്നത്. അപ്പോൾ നാം നോമ്പിലേക്ക് വന്നാൽ ഈ അർത്ഥവും ആശയവും വെച്ചുകൊണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ നമുക്ക് വിഷയം വളരെ വ്യക്തമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. നോമ്പിന് സാധിക്കാതെ പോകുന്ന ആളുകൾ, അഥവാ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ആളുകൾ ഫിദിയ നൽകട്ടെ. അപ്പോൾ എന്ത് മനസ്സിലായി? നോമ്പിന് പകരമായി നൽകുകയാണ്. അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ആ നിലക്ക് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇബാദത്തിന് പകരമായി നൽകുന്ന കാര്യത്തിനാണ് ഫിദിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നോമ്പുമായി ബന്ധപ്പെട്ട ഫിദിയയെ സംബന്ധിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഫിദിയ തകൂനു ലിഉദ്രിൻ യുജീസുൽ ഫിത്ര ഔ യംനഉ മിനസ് സിയാം. എന്താണ് അവിടെ ഫിദിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പ് മുറിക്കുവാൻ, അതല്ലെങ്കിൽ നോമ്പ് നോൽക്കാതിരിക്കുവാൻ അനുവാദം നൽകുന്ന, അല്ലെങ്കിൽ നോമ്പ് തടസ്സമായി തീരുന്ന സന്ദർഭങ്ങളിൽ നൽകേണ്ടുന്ന കാര്യത്തിനാണ് ഫിദിയ എന്ന് പറയുന്നത്. അവിടെ നോമ്പ് നോൽക്കാതിരിക്കാൻ അനുവാദമുണ്ട്, നോമ്പിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾക്ക് പകരമായിട്ടാണ് ഫിദിയ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഹാദാ ലൈസ മിൻ ബാബിൽ ഉഖൂബ, പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, അതൊരു ശിക്ഷ എന്നുള്ള നിലക്കല്ല, ഒരു ശിക്ഷ എന്നുള്ള നിലക്കല്ല,
മറിച്ച് സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് അള്ളാഹു പകരം നിശ്ചയിച്ചൊരു കാര്യമാണ്. ശ്രദ്ധിക്കുക, നോമ്പ് നോൽക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകൾക്ക് അള്ളാഹു പകരം നിശ്ചയിച്ചു കൊടുത്തൊരു കാര്യമാണ്. അത് അവർക്കുള്ളൊരു ശിക്ഷയല്ല, അവർക്കുള്ള ഒരു ഇളവാണ്, അവർക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആശ്വാസമാണ് അത്. അതുകൊണ്ട് ഫിദിയെ ആ നിലക്ക് മനസ്സിലാക്കണം. അതെന്തല്ല, ഒരു ശിക്ഷയല്ല, മറിച്ച് കാരണങ്ങളുള്ളതുകൊണ്ട്, ന്യായമായ കാരണങ്ങളുള്ളതുകൊണ്ട് അള്ളാഹു പകരം നിശ്ചയിച്ച ഒരു അമൽ മാത്രമാണ് ഫിദിയ. എന്നാൽ കഫാറത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും ശ്രദ്ധിക്കുക, കഫാറത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഥാർത്ഥത്തിൽ കഫറ യുക്കഫിറു എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. മറച്ചു വെക്കുക, മായ്ച്ചു കളയുക, മൂടി വെക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. കഫാറത്ത് എന്ന് പറഞ്ഞാൽ മൂടി വെക്കുന്നത്, മായ്ച്ചു കളയുന്നത്. അഥവാ ഒരു അബദ്ധം പറ്റി, ഒരു തെറ്റുപറ്റി, ഒരു കുറ്റം ചെയ്തു, ആ കുറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകാനും അതിൻ്റെ പേരിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാതിരിക്കുവാനും വേണ്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞു, ഹാദാ മിൻ ബാബിൽ ഉഖൂബ, അതൊരു ഉഖൂബത്താണ്, ഒരു തെറ്റ് ചെയ്ത ആൾക്കുള്ള ശിക്ഷയായിക്കൊണ്ടുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് കഫാറത്ത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ലിമനിർതകബ മഹ്ദൂറൻ മിൻ മഹ്ദൂറാത്തി സിയാം, നോമ്പിൻ്റെ സന്ദർഭത്തിൽ പാടില്ലാത്തൊരു കാര്യം ചെയ്താൽ അതിനുള്ള ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഫിദിയയും കഫാറത്തും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സാധ്യമാകാതെ, നോമ്പ് നോൽക്കാൻ സാധ്യമാകാത്തൊരവസരത്തിൽ അള്ളാഹു നൽകുന്ന ഒരു ഇളവും പകരമായി നൽകുന്ന ഒരു പ്രവൃത്തിയുമാണ് ഫിദിയ. കഫാറത്ത് അങ്ങനെയല്ല, നോമ്പുകാരൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങളാണ്. അതൊരു ശിക്ഷ എന്നുള്ള നിലക്ക് തന്നെയാണ് അത് വന്നു ചേരുന്നത്. ഇതാണ് കഫാറത്ത് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഖദാ ആണ്. ഖദാ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അതിൻ്റേതായ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് മറ്റൊരു സമയത്ത് അതേ ഇബാദത്ത് തന്നെ നിർവഹിച്ചു വീട്ടുന്നതിനാണ് ഖദാ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ നോമ്പുമായി ബന്ധപ്പെട്ട ഖദാഇനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് ഹുവ സിയാമു യൗമിൻ ബദലൻ അനിൽ യൗമില്ലദി അഫ്തറ ഫീഹി സ്വായിമു ഫീ നഹാരി റമളാൻ. റമളാനിൻ്റെ പകലുകളിൽ ഒരു നോമ്പുകാരൻ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു പകരം മറ്റൊരു ദിവസം നോമ്പ് നോറ്റ് വീട്ടലാണ്. ഫിദിയയിൽ നമുക്കറിയാം അവിടെ നോമ്പ് നോൽക്കേണ്ടതില്ല. കഫാറത്തിൽ നമുക്കറിയാം അവിടെ കൂടുതലായി നോമ്പുകൾ നോൽക്കണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ഖളാഇൻ്റെ വിഷയത്തിൽ എന്തേ ഉള്ളൂ? ഏത് ദിവസമാണോ നോമ്പ് ഉപേക്ഷിച്ചത് അതിനു പകരമായി മറ്റൊരു ദിവസം നോമ്പ് തന്നെ നോൽക്കുക. അപ്പോൾ അതിനാണ് ഖളാ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ഫിദിയ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് നൽകുന്ന പകരമുള്ള പ്രവൃത്തിയാണ്. അത് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യപൂർവ്വം ലഭിക്കുന്നതാണ്. കഫാറത്ത് എന്നുള്ളത് പാടില്ലാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ്, അതൊരു ശിക്ഷ എന്നുള്ള നിലക്കാണ്. ഖളാ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് അതിൻ്റേതായ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിർവഹിച്ച് വീട്ടലാകുന്നു. ഇതാകുന്നു ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഇനി അനുബന്ധമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഫിദിയ നൽകാൻ അനുവാദമുള്ളത്. അത് ഓരോന്നായി വേർതിരിച്ച് തന്നെ പഠിച്ചാൽ വളരെ നല്ലതാണ്. എപ്പോഴാണ് നമുക്ക് ഫിദിയ നൽകാൻ പറ്റുന്നത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. നോമ്പിന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സാധിക്കുന്ന ആളുകൾ, അഥവാ നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ എന്നാണ് അർത്ഥം. അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നതാണ് ഫിദിയയായി നൽകേണ്ടത്. അപ്പോൾ ഇവിടെ നോമ്പിന് പകരമായി നിശ്ചയിച്ച ഫിദിയ എന്താണ്? ത്വആമു മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. അപ്പോൾ അതിന് തീരെ സാധിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അദ്ദേഹം പറയുന്നു, അശ്ശൈഖുൽ കബീർ, അങ്ങേയറ്റം വാർദ്ധക്യം ചെന്ന വൃദ്ധൻ, വൽ മർഅത്തുൽ കബീറ, വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ഒരു വൃദ്ധയായ സ്ത്രീ. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തിയ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ലാ യസ്തതീആനി അൻ യസൂമ, അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫയുത്ഇമാനി മക്കാന കുല്ലി യൗമിൻ മിസ്കീന, അതിനു പകരം എല്ലാ ദിവസവും ഒരു പാവത്തിന്, ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മതി. ഇതേ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുന്ന വ്യക്തിയാണ് രോഗിയായിട്ടുള്ള ഒരു വ്യക്തി, ഒരു മരീദ് അല്ലദീ ലാ യുർജാ ശിഫാഉ.
ആ വ്യക്തിക്ക് ശിഫ ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അനുഭവമുള്ളവരും ഡോക്ടർമാരും പറയുകയാണ് ഇത് ശിഫയില്ലാത്ത രോഗമാണ്, അതുകൊണ്ട് മാറാൻ യാതൊരു നിലക്കും സാധ്യതയില്ല, ഈ വ്യക്തിക്ക് ഒരിക്കലും ഖളാ വീട്ടാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത്തരം ആളുകൾക്കും ഫിദിയ നൽകാവുന്നതാണ്. അപ്പോൾ വൃദ്ധന്മാരായ ആളുകൾ, മാറുകയില്ല എന്ന് തോന്നുന്ന രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾ. മൂന്നാമതൊരു സാഹചര്യം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിൽ നിന്നും വന്ന ചില റിവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗർഭിണിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ മുലയൂട്ടുന്ന ഒരു സ്ത്രീ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഗർഭിണിയായ ഒരു സ്ത്രീ, മുലയൂട്ടുന്ന ഒരു സ്ത്രീ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർ ഖളാഇൻ്റെ കൂടെ ഫിദിയയും കൊടുക്കണമെന്നത് വളരെ പ്രബലമായ ഒരു അഭിപ്രായമാണ്. നമ്മുടെ ഒരു ദർസിൽ ഈ അഭിപ്രായത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. കാരണം എല്ലാ അർത്ഥത്തിലും അവർക്ക് മനസ്സമാധാനം ലഭിക്കുവാനും ആശ്വാസം ലഭിക്കുവാനും ഖളാ വീട്ടണമെന്ന് ഖുർആൻ കൊണ്ട് വ്യക്തമായിട്ടുള്ളതാണ്. ഫിദിയ കൊടുക്കുക എന്നത് സ്വഹാബത്തിൻ്റെ കൗലുകളിലും വ്യക്തമായിരിക്കെ അത് രണ്ടും കൂടി ചെയ്യലായിരിക്കും ഖൈർ എന്നുള്ള പണ്ഡിതാഭിപ്രായത്തിനാണ് നാം മുൻതൂക്കം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ, എന്നാൽ സ്വന്തത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഖളാ മാത്രം മതി. കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം ഭയപ്പെട്ടാണ് നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ ഖളാഇൻ്റെ കൂടെ ഫിദിയയുടെ ഒരു മേഖല അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫിദിയയുടെ മറ്റൊരു സന്ദർഭമാണ് ഒരാൾക്ക് ഒരു റമളാനിലെ നോമ്പ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവരും ഖളാഇൻ്റെ കൂടെ ഫിദിയ കൊടുക്കേണ്ടതാകുന്നു. ഇതും വളരെ പ്രബലമായ അഭിപ്രായമാണ്. സ്വഹാബികളിൽ നിന്ന് പലരിൽ നിന്നും അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റമളാനിലെ നോമ്പ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടാൻ പറ്റാതെ പോയാൽ അവർ ഖളാഇൻ്റെ കൂടെ ഫിദിയയും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫിദിയയുടെ ഈ 4 അതല്ലെങ്കിൽ 5ഓളം സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലായി. വാർദ്ധക്യം, ഒരിക്കലും മാറുകയില്ല എന്ന് തോന്നുന്ന രോഗം, അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഭയപ്പെടുന്ന ഗർഭിണിയോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീയോ നോമ്പ് ഉപേക്ഷിച്ചാൽ, അതേപോലെ ഒരു റമളാനിലെ നോമ്പ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടാൻ പറ്റാതെ പോയാൽ ഇവരൊക്കെ ഖളാഇൻ്റെ കൂടെ ഫിദിയ കൊടുക്കണം. എന്നാൽ വാർദ്ധക്യം ചെന്ന ആളും മാറുകയില്ല എന്ന് തോന്നുന്ന രോഗമുള്ള ആളുകളും അവർക്ക് ഖളാ എന്നത് ഇല്ല തന്നെ, ഫിദിയ മാത്രമേ ഉള്ളൂ. സാന്ദർഭികമായി ചില ആളുകൾ ചോദിച്ച ചോദ്യമാണ്, ഒരു വർഷത്തെ നോമ്പ് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല 2ഓ 3ഓ വർഷം കഴിഞ്ഞു, അപ്പോൾ ഈ ഫിദിയയും ഇരട്ടിക്കുമോ ഖളാഉം ഇരട്ടിക്കുമോ? കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ? കൂടുതൽ ചെയ്യേണ്ടതില്ല. ഒരു വർഷത്തെ നോമ്പ് ആ വർഷം ചെയ്ത് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം ഒരു ഫിദിയയും ഒരു ഖളാഉം മാത്രം മതി. അതല്ലാതെ വർഷം അധികരിച്ചു എന്നതുകൊണ്ട് ഇരട്ടിക്കുകയില്ല. ഏതെങ്കിലും ഒരു റമളാനിൽ 5 നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് കരുതുക, അത് തൊട്ടടുത്ത റമളാനിന് മുമ്പ് നോറ്റ് വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വർഷമാണോ 5 നോമ്പ് നോറ്റ് വീട്ടണം, ഫിദിയയും കൊടുക്കണം. എന്നാൽ ആ വർഷവും കഴിഞ്ഞാൽ പിന്നെ 5-ന് പകരം 10 ആകുമോ? അതേപോലെ തന്നെ 5 മിസ്കീനുകൾക്ക് പകരം 10 മിസ്കീനുകൾക്ക് ഫിദിയ കൊടുക്കണോ എന്ന് പലരും ചോദിച്ചു. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര തന്നെ വർഷം കഴിഞ്ഞാലും ഒരു ഖളാവ് വീട്ടുക, ഒരു ഫിദിയ നൽകുക ഒരു നോമ്പിന് പകരം. അങ്ങനെ എത്ര നോമ്പാണോ അത്രയും ഖളാ, അത്രയും ഫിദിയ. അതല്ലാതെ വർഷങ്ങൾ ഇരട്ടിച്ചതുകൊണ്ട് ഫിദിയയുടെ എണ്ണമോ ഖളാഇൻ്റെ എണ്ണമോ ഇരട്ടിക്കുകയില്ല. ഇനി പരിശോധിക്കാനുള്ളത്, ഇത് ഫിദിയയുമായി ബന്ധപ്പെട്ടാണ്. ഫിദിയയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കി, അതൊരു ഉദറാണ്, അള്ളാഹുവിനുള്ള ആശ്വാസമാണ്. എന്നാൽ കഫാറത്തിൻ്റെ അവസ്ഥ എപ്പോൾ മാത്രമാണ് കഫാറത്തുള്ളത്? പ്രബലമായ പണ്ഡിതാഭിപ്രായ പ്രകാരം ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് കഫാറത്തുള്ളത്. റമളാൻ മാസത്തിൽ റമളാനിൻ്റെ പകലിൽ ഭാര്യാഭർത്തൃബന്ധത്തിൽ അഥവാ സംയോഗത്തിലേർപ്പെട്ടാൽ, ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ, അത് തന്നെ മനഃപൂർവ്വം, മറന്നുകൊണ്ടോ അബദ്ധം പറ്റിയിട്ടോ അല്ല, മനഃപൂർവ്വം റമളാൻ മാസത്തിൽ പകൽ സമയത്ത് ഇണചേർന്നാൽ അവർക്ക് കഫാറത്തുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഹലക്തു, ഞാൻ നശിച്ചിരിക്കുന്നു. പ്രവാചകൻ ചോദിച്ചു, എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, വഖഅതു അല ഇംറഅതി ഫി റമളാൻ, റമളാനിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കഫാറത്ത് പറയുകയാണ്. തസ്തതിഉ തുഅതിഖു റഖബ, ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, ല,
വീണ്ടും ചോദിച്ചു ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹറൈനി മുതതാബിഈൻ, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കാൻ പറ്റുമോ? അല്ലാതെ കേവലം 60 ദിവസം നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 2 മാസം. അദ്ദേഹം പറഞ്ഞു അതിനും കഴിയില്ല. അപ്പോൾ പ്രവാചകൻ ചോദിച്ചു ഫഹൽ തസ്തതിഉ അൻ തുത്ഇമ 60 മിസ്കീന, 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം എന്നുള്ള നിലക്ക് 2 മാസം 60 ദിവസമാണ്. അപ്പോൾ 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അതും സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു പ്രവൃത്തിക്കുള്ള കഫാറത്ത് 1 അടിമയെ മോചിപ്പിക്കലാണ്. അതിന് സാധിക്കില്ലെങ്കിൽ മാത്രം 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കലാണ്. അതിനും സാധിക്കില്ലെങ്കിൽ 60 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാകുന്നു. ഇതാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചില പ്രത്യേക മസ്അലകൾ മനസ്സിലാക്കാം. ഒന്ന്, കഫാറത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് റമളാനിൽ മാത്രമാണ്. ഇനി റമളാനിൽ ഖളാ ഉള്ള നോമ്പ് ഒരാൾ അതല്ലാത്ത മാസത്തിൽ നോറ്റ് വീട്ടുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാലോ? റമളാനിൽ ഖളാ ഉള്ള നോമ്പ് മറ്റൊരു സന്ദർഭത്തിൽ നോറ്റ് വീട്ടുന്ന സന്ദർഭത്തിൽ പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ടു മനഃപൂർവ്വം തന്നെ, പക്ഷെ അത് റമളാൻ മാസമല്ലെങ്കിൽ അവിടെ കഫാറത്തില്ല, ഖളാ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഫാറത്ത് എന്നത് റമളാനിലേക്ക് മാത്രം ബാധകമാണ് എന്ന് മനസ്സിലാക്കുക. നേർച്ചയുടെ നോമ്പാകട്ടെ, വേറെ ഏതെങ്കിലും കഫാറത്തിൻ്റെ നോമ്പുകളാകട്ടെ, നിർബന്ധ നോമ്പുകൾ ഏത് തന്നെയാകട്ടെ, അത് റമളാൻ അല്ലാത്തപ്പോഴാണെങ്കിൽ അത്തരമൊരു സന്ദർഭത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവിടെ ഖളാ മാത്രമേ ഉള്ളൂ, കഫാറത്തില്ല. കഫാറത്ത് റമളാനിലേക്ക് മാത്രം ബാധകമാണ്. രണ്ടാമത്തത്, തുടർച്ച നഷ്ടപ്പെടരുത്. അടിമയെ മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കഫാറത്തിൽ വരുന്നത് 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കലാണ്. രോഗം കൊണ്ട്, അല്ലെങ്കിൽ യാത്ര കാരണത്താൽ, അല്ലെങ്കിൽ അതിനിടയ്ക്ക് പെരുന്നാളുകൾ വന്നു, ഇത്തരം സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കൽ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ തുടർച്ച നഷ്ടപ്പെടാൻ പാടില്ല. അത്തരം ഘട്ടത്തിൽ തുടർച്ച നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അല്ലാതെ തുടർച്ച നഷ്ടപ്പെട്ടാൽ 1 എന്നുള്ള നിലക്ക് തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതേപോലെ തന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും അത് ചെയ്യുന്നതെങ്കിൽ 2 കൂട്ടർക്കും കഫാറത്തുണ്ട്. ഭാര്യ നിർബന്ധിക്കപ്പെട്ടവളാണെങ്കിൽ അവർക്ക് കഫാറത്തില്ല. 2 കൂട്ടരോട് മറന്നുപോയതാണെങ്കിലും അവർക്ക് കഫാറത്തില്ല. ഒരു ദിവസം 1-ലധികം തവണ സംഭവിച്ചാലും ഒറ്റ കഫാറത്തേ ഉള്ളൂ. എന്നാൽ പല ദിവസങ്ങളിലായി ആവർത്തിച്ചാൽ ആ ദിവസങ്ങൾക്കനുസരിച്ച് തന്നെ കഫാറത്തുണ്ട്. ഇതൊക്കെ നാം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഖളാഇൻ്റെ വിഷയങ്ങളാണ്. ഖളാ വീട്ടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിശ്ചിത സമയത്ത് നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മറ്റു സന്ദർഭത്തിൽ നോറ്റ് വീട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. സൂറത്തുൽ ബഖറയിലെ 184 അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ മറ്റു ദിവസം അത് നോറ്റു വീട്ടേണ്ടതാണ്. 6 സന്ദർഭങ്ങളാണ് ഖളാഇനുള്ളത്. ഒന്നാമത്തത്, രോഗം ശിഫയാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗി. ആ രോഗി അസുഖം മാറിയാൽ ഖളാ വീട്ടണം. അവിടെ ഫിദിയയില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, അത് ഖളാ വീട്ടുക തന്നെ വേണം. അതാണൊന്ന്. രണ്ടാമത്തത്, യാത്ര കാരണം ഉപേക്ഷിച്ച നോമ്പാണെങ്കിൽ യാത്ര കഴിഞ്ഞു വന്നാൽ ഖളാ വീട്ടണം. ആ ഉപേക്ഷിച്ച നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. അതിന് വേറെ വഴികളില്ല, ഖളാ വീട്ടുക തന്നെ വേണം. മൂന്നാമത്തത്, ഗർഭിണിയായതിൻ്റെ പേരിൽ നോമ്പ് ഉപേക്ഷിച്ചു. ഗർഭിണിയാണ്, തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ തനിക്കും കുഞ്ഞിനും പ്രയാസമുണ്ടാകുമെന്ന് കരുതി നോമ്പ് ഉപേക്ഷിച്ചതാണെങ്കിൽ ആ ഗർഭിണിയായ സ്ത്രീ പിന്നീട് ഖളാ വീട്ടണം. നാലാമത്തത്, മുലയൂട്ടുന്ന സ്ത്രീ തനിക്കോ കുഞ്ഞിനോ ഒരുമിച്ച് പ്രയാസമുണ്ടാകുമെന്ന് കരുതി, അല്ലെങ്കിൽ തനിക്ക് പ്രയാസമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവരും ഖളാ വീട്ടണം. അഞ്ചാമത്തത്, ഹൈദും നിഫാസും ഉണ്ടായാൽ, ആർത്തവമോ നിഫാസോ പ്രസവരക്തമോ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് മാറിക്കഴിഞ്ഞാൽ അവരും ഖളാ വീട്ടണം. അവർക്ക് വേറെ വഴികളില്ല, അവർ ഖളാ വീട്ടണം. ആറാമത്തത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ, വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇന്ദ്രിയസ്ഖലനമുണ്ടാവുക, മനഃപൂർവ്വം ഛർദ്ദിക്കുക, അതേപോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്താൽ അവരും ഖളാ വീട്ടണം. ഈ 6 ഘട്ടങ്ങളിൽ ഖളാ വീട്ടൽ മാത്രമാണ് പരിഹാരം. അതിന് ഫിദിയയോ മറ്റോ നൽകിയാൽ മതിയാകുന്നതല്ല. ഒന്നുകൂടി ആവർത്തിക്കാം. രോഗി ഖളാ വീട്ടണം, മാറുമെന്നുള്ള രോഗികൾ ഖളാ വീട്ടണം. യാത്രക്കാരൻ ഖളാ വീട്ടേണ്ടവനാണ്. ഗർഭിണി ഖളാ വീട്ടണം. മുലയൂട്ടുന്ന സ്ത്രീകൾ ഖളാ വീട്ടണം. ഹൈളും നിഫാസുമുള്ളവർ ഖളാ വീട്ടണം.
മനഃപൂർവ്വം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്താലും ഖളാ വീട്ടണം. അപ്പോൾ ഖളാ എന്താണ്? അതിൻ്റെ സന്ദർഭങ്ങൾ മനസ്സിലായി. കഫാറത്തിന് ഒരേ ഒരു സന്ദർഭമാണ്, അത് റമളാനിൽ ജിമാ സംഭവിച്ചാലുള്ളതാണ്. ഫിദിയ എന്ന് പറയുന്നത് അതിൻ്റെ ഘട്ടങ്ങളും മനസ്സിലാക്കി. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയേ മതിയാകും. സ്വാഭാവികമായും ഇതിനോട് അനുബന്ധമായി മനസ്സിലാക്കേണ്ടുന്ന പല ആളുകൾക്കും സംശയമുള്ളൊരു വിഷയമാണ്, എത്രയാണ് ഫിദിയ നൽകേണ്ടത്? ഫിദിയയുടെ അളവ് എത്രയാണ്? അവിടെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്, ഫിദിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത് ഒരു നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം. ശരിക്കും ശ്രദ്ധിക്കുക, ഒരു നോമ്പിന് പകരം ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം. സൂറത്തുൽ ബഖറയിലെ 184 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ പാചകം ചെയ്ത രൂപത്തിലുള്ള ഭക്ഷണമാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതി ഒരു നോമ്പിന് പകരം. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിന് വാർദ്ധക്യം സംഭവിച്ച സന്ദർഭത്തിൽ, അദ്ദേഹത്തിന് അങ്ങേയറ്റം വാർദ്ധക്യമുണ്ടായപ്പോൾ 1-2 വർഷത്തെ നോമ്പിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഓരോ നോമ്പിനു പകരവും പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വിളിക്കുകയും അങ്ങനെ അവർക്ക് ഖുബ്സും ലഹ്മും, റൊട്ടിയും മാംസവും ഭക്ഷണമായി നൽകുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അവിടെ അദ്ദേഹം ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. റൊട്ടിയും മാംസവും പാചകം ചെയ്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനായി കൊടുത്തു. അപ്പോൾ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നോമ്പിന് പകരം ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവരെ നോമ്പ് തുറപ്പിക്കുകയോ അങ്ങനെയോ മറ്റോ ചെയ്താൽ മതി. എന്നാൽ ആ നിലക്ക് പാചകം ചെയ്ത് കൊടുക്കാതെ പ്രധാനപ്പെട്ട മുഖ്യധാന്യമോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ മറ്റോ ഒക്കെ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയാണ് നൽകേണ്ടത്? അവിടെ പണ്ഡിതന്മാർക്കിടയിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് 1 മുദ്ദ് ആണ് നൽകേണ്ടത് എന്നാണ്. 1 മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 600 ഗ്രാം അല്ലെങ്കിൽ 700-750 ഗ്രാം വരെയുള്ള മുഖ്യ ആഹാരം. അതിനുള്ള തെളിവ് ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒരു വ്യക്തി തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു, അദ്ദേഹത്തിന് പ്രായശ്ചിത്തം നൽകാനൊന്നുമില്ല, 60 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ ഫഉത്തിയ ബിഅറഖിൻ ഫീഹി തംറുൻ ഖദ്റു 15 സാഅൻ, ഒരു വലിയ കൊട്ട കൊണ്ടുവരപ്പെട്ടു, അതിൽ നിറച്ചും ഈത്തപ്പഴമുണ്ട്. ഏകദേശം ആ ഒരു അറക്ക് എന്ന് പറയുന്നത് 15 സാ കൊള്ളുന്നതാണ്. 15 സാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 4 മുദ്ദാണ് ഒരു സാ. അപ്പോൾ 15 സാ എന്ന് പറഞ്ഞാൽ 60 മുദ്ദാണ്. 60 മുദ്ദ്. അപ്പോൾ 60 ആളുകൾക്കാണോ ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നോമ്പിന് പകരം ഒരു മിസ്കീനിന് 1 മുദ്ദാണ് അവിടെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നൽകിയത്. 15 സാ ആയിരുന്നു അതിലുണ്ടായിരുന്ന തംറ്. അതുകൊണ്ട് തന്നെ 1 മുദ്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോമ്പിന് കണക്കാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുദ്ദാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മെയിൻ ആഹാരം എന്താണോ അത് ഏകദേശം 750 ഗ്രാമോളം ഉള്ള അരിയും മറ്റുമാണ് കൊടുക്കേണ്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായം, അഥവാ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. എന്നാൽ അതേപോലെ തന്നെ പ്രബലമായ മറ്റൊരഭിപ്രായമാണ് നിസ്ഫു സാ, 1/2 സാ ആണ് കൊടുക്കേണ്ടത്. ധാരാളം മദ്ഹബുകളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പല തെളിവുകളുടെയും, അത് വിശാലമായ ചർച്ചയാണ്, ആ ചർച്ച ഇവിടെ കൊണ്ടുവരുന്നില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ 1/2 സാ ആണ് നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോതമ്പാണെങ്കിൽ ഇത്ര, കാരക്കയാണെങ്കിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അതൊരു ഖുലാസയായി പറയാൻ സാധിക്കുന്നത് കുറഞ്ഞു പോവുകയുമില്ല കൂടിപ്പോവുകയുമില്ല. ആ നിലക്ക് പറയാൻ പറ്റുന്നത് 1/2 സാ നൽകുക. ഏകദേശം നമ്മുടെ നാട്ടിലെ 1.5 കിലോ അരി, അതാണ് ഫിദിയയായി നൽകേണ്ടത്. അതാകുമ്പോൾ പറ്റെ കുറഞ്ഞു പോവുകയുമില്ല. എന്നാൽ ഏറ്റവും കുറവ് ഒരാൾ 1 മുദ്ദ് അഥവാ 750 ഗ്രാം കൊടുത്താലും അത് വീടും, നേരത്തെ പറഞ്ഞ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഏകദേശം 1.5 സാ കൊടുത്താൽ അതാണ് അതിൻ്റെ ഒരു പരിപൂർണത. അതിൻ്റെ മേലേക്ക് എത്ര കൊടുത്താലും കുഴപ്പമില്ല. ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുല്ല, കൂടുതൽ ആരാണോ ചെയ്യുന്നത് അതവർക്ക് ഖൈറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫിദിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അതിൻ്റെ മിഖ്ദാർ, അതിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഒരു നോമ്പിന് പകരം ഏകദേശം 1.5 കിലോ അരിയോ ഈത്തപ്പഴമോ ഗോതമ്പോ അതേപോലെയുള്ള എന്തും നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താലും മതിയാകുന്നതാണ്. അത് എല്ലാ ദിവസവും നോമ്പിൻ്റെ സമയത്ത് തന്നെ ചെയ്യാം.
നോമ്പ് കഴിഞ്ഞിട്ട് നീട്ടിവെക്കാം. പക്ഷേ നോമ്പിന് തന്നെ അതെല്ലാം അപ്പോൾ തന്നെ ചെയ്ത് തീർക്കലാണ് ഖൈർ, പിന്നേക്ക് മാറ്റിവെക്കാതിരിക്കലാണ് ഖൈർ. എന്നാൽ പിന്നീട് കൊടുക്കാമെന്ന് തീരുമാനിച്ചാലും വിരോധമൊന്നുമില്ല. പക്ഷേ നോമ്പിൻ്റെ അതേ സമയത്ത് തന്നെ ഫിദിയ കൊടുക്കലാണ് ഏറ്റവും ഖൈർ. റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നു, അതിന് പകരമായിട്ടാണല്ലോ ഫിദിയ കൊടുക്കുന്നത്. അപ്പോൾ അത് റമദാനിൽ തന്നെ ആകലാണ് ഏറ്റവും ഖൈർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായി ഒരു വിശകലനം ചെയ്തുകൊണ്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.